ഏവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ അകത്തേത്തറ ഗ്രാമത്തിലെ എളേശനടത്തിലാണ്. ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്ന ഉത്സവം ശ്രീ ഹേമാംബിക ദേവിയുടെ തിരുതാലി എഴുന്നള്ളിപ്പാണ്. ഇതിനെപ്പറ്റി കൂടുതൽ സാരംഗ് വിശദീകരിക്കും. പാലക്കാട്ടുശ്ശേരി രാജസ്വരൂപത്തിലെ അംഗങ്ങൾക്കും ഒരുപോലെ നാട്ടുകാർക്കും ഈ പട്ടിൽ പൊതിഞ്ഞ പൊന്താലി തൊട്ട് വണങ്ങാവുന്നതാണ്. 3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഖംമൂടി അണിഞ്ഞ ആയുധധാരികളായ കുറേ യുവാക്കൾ ഈ തിരുതാലി ആക്രമിക്കുകയുണ്ടായി. പിന്നീട് തിരുതാലി കൈക്കലാക്കാൻ ശ്രമിക്കുകയുമുണ്ടായി. തിരുതാലി മാത്രമല്ല, ശ്രീ ഹേമാംബിക ദേവിയുടെ തിരുവാഭരണ പേടകം തന്നെ അവർ കൈക്കലാക്കാൻ നോക്കി. എഴുന്നള്ളിപ്പിക്കുന്നവർ ദേവിയെ എന്ന് വിളിച്ച് രക്ഷിക്കുവാൻ അപേക്ഷിക്കുകയുണ്ടായി. എവിടെ നിന്നറിയില്ല, പരിചയമില്ലാത്ത കുറേ യോദ്ധാക്കൾ ആയുധവുമായി വന്ന് ആക്രമികളെ തോൽപ്പിച്ചു. ചിലരുടെ തലകൾ അറുത്തുമാറ്റി കുന്നംപാറയുടെ ശിഖരത്തിൽ കുന്തത്തിൽ കുറ്റിനാട്ടി. ഈ സംഭവത്തിൻ്റെ ഓർമ്മയിൽ ഇന്നും മണ്ഡലമാസത്തിലെ 41 ദിവസം ഹേമാംബിക ദേവിയുടെ തിരുതാലി പട്ടിൽ പൊതിഞ്ഞ് ചെമ്പ് പാത്രത്തിൽ പൊതിഞ്ഞ് തണ്ടുവാഹന്മാർ ചുമന്ന് ഭണ്ഡാരി ശ്രീ സോഹൻ അവരുടെ നേതൃത്വത്തിൽ തെക്കേത്തറ വടക്കേത്തറ ദേശക്കാരുടെ അകമ്പടിയോടെ കുത്തുവിളക്കിൻ്റെ വെളിച്ചത്തിൽ ഏമൂർവതി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പിക്കുന്ന ചടങ്ങാണ് പൊന്നാമ്പടി എന്ന തിരുതാലി എഴുന്നള്ളത്ത് സമയത്ത് ആരെങ്കിലും ആക്രമിച്ചാൽ അവരുടെ തല വെട്ടി കുന്നംപാറയുടെ മുകളിൽ നാട്ടും എന്ന് ഓർമ്മപ്പെടുത്തുവാൻ എഴുന്നള്ളത്ത് സമയത്ത് നാട്ട് നാട്ട് എന്നുറക്കെ വിളിച്ചാണ് യാത്ര. കോതരയിടത്തിന് സമീപത്തെ പാലക്കാട്ടുശ്ശേരിയുടെ മൺമറഞ്ഞ രാജാക്കന്മാരുടെ സമാധി സ്ഥലത്ത് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ നിന്ന് ആരംഭിക്കുന്ന നാട്ടേവിളി ക്ഷേത്രമെത്തുന്നതുവരെ നീളും. ദേവിയുടെ താലി കാളംപാട്ടിന് വെച്ച് പൂജയുണ്ടാവും. 41 ദിവസം അനുഷ്ഠാനത്തോടെയാണ് തെക്കേത്തറ വടക്കേത്തറ ദേശക്കാർ പൊന്നാമ്പടി നടത്തി വരുന്നത്. അവസാന ദിനം പട്ടിൽ പൊതിഞ്ഞ ദേവിയുടെ പൊൻതാലി എളേശനടത്തിൽ രാജസ്വരൂപത്തിലെ അംഗങ്ങൾക്കും ദേശവാസികൾക്കും കണ്ട് വണങ്ങാൻ ഇത് അന്നത്തെ പാലക്കാട്ടുശ്ശേരി വലിയ രാജാവിൻ്റെ കൽപ്പനയായിരുന്നു. ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് ദേശക്കാർ മണ്ഡലമാസത്തിനായി കാത്തിരിക്കുന്നത്, പൊന്നാമ്പടിക്കായി. എല്ലാവർക്കും മനസ്സിലായല്ലോ ഈ അകത്തേത്തറ ഗ്രാമത്തിൽ വെച്ച് നടക്കുന്ന ശ്രീ ഹേമാംബിക ദേവിയുടെ തിരുതാലി എഴുന്നള്ളിപ്പ് എന്താണെന്ന്, അതിൻ്റെ കഥയും. നന്ദി.